ആദ്യത്തെ വാർത്ത ഒരു കുറ്റകൃത്യ വാർത്തയായി പോകുന്നു. കഠിനംകുളം തിരുവനന്തപുരം, അവിടെ നടന്ന കൊലപാതകം. ആ കൊലപാതകത്തിൽ കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട യുവതിയുടെ സ്കൂട്ടർ കണ്ടെത്തി. ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ ഇന്ന് തുറന്ന് പരിശോധിക്കും. വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. വിഷ്ണു കരുണാകരൻ, ആദ്യം ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് ഇന്നലെ നടന്ന ആ സംഭവം എന്തായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ ഈ പുതിയ വാർത്തയിലേക്ക് വരാം. വിഷ്ണു കരുണാകരൻ. ബനീഷ്, കഴിഞ്ഞ ദിവസമാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11:30 ആയിരുന്നു സംഭവം. ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന്, അതായത് ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അവിടെ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ആതിരയുടെ സ്കൂട്ടറും സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു എന്ന് അപ്പോൾ തന്നെ പോലീസിന് വിവരം ലഭിച്ചു. ആതിര ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ വീട്ടിൽ വന്നിരുന്നതായാണ് വിവരം. അതിനുശേഷം ഈ കൃത്യം നടന്ന ദിവസം ഇയാൾ വീട്ടിലേക്ക് എത്തിയതാകാമെന്നുള്ള നിഗമനമുണ്ട്. അതിനുശേഷം ഇയാൾ മതിൽ ചാടിയാണ് വീട്ടിലേക്ക് കടന്നത് എന്നുള്ള സംശയമുണ്ട്. പോലീസ് അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തി വന്നത്. അതിനുശേഷമാണ് ഈ പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് നടത്തി വന്നത്. പ്രതി ഇപ്പോൾ ട്രെയിനിൽ രക്ഷപ്പെട്ടു എന്നുള്ള നിഗമനത്തിലെത്തിയിരിക്കുന്നു. കാരണം പ്രതി ഈ ആതിരയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് പോയത്. ആ സ്കൂട്ടർ ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയ സ്കൂട്ടർ ഇന്ന് പരിശോധിക്കും. ഏതായാലും ഈ പ്രതി കരുതിക്കൂട്ടി തന്നെയാണ് കൊലപാതകം നടത്തിയെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഈ ആതിരയെ കൊലപ്പെടുത്താനായി മാത്രം ഇയാൾ പെരുമാതുറയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നതായാണ് പോലീസിന്റെ എത്തിയ വിവരം. പോലീസ് ആ വീട് കണ്ടെത്തിയിട്ടുണ്ട്, പരിശോധന നടത്തി വന്നിട്ടുണ്ട്. ഏതായാലും പ്രതി ഈ എറണാകുളം സ്വദേശി തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമമുണ്ട്. ചിറയൻകീഴിൽ നിന്നും ട്രെയിനിൽ കയറി പ്രതി മറ്റെവിടേക്കോ പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബനീഷ്. ശരി വിഷ്ണു കരുണാകരൻ.